ടു അയ്യോ പറ്റിച്ച യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ കടച്ചക്ക നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കടച്ചക്ക ബജ്ജിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി. ഇതിന് എങ്ങനെയാണ് നമ്മൾ ചെയ്യണതെന്ന് നോക്കാം. നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് കടലപ്പൊടി ആഡ് ചെയ്യാം. അത് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് ഡൈലൂട്ട് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു നുള്ള് ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് എല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തവ വെച്ചിട്ട് നമുക്കൊന്ന് എണ്ണ ചൂടാക്കി ഈ കട്ട് ചെയ്ത് വെക്കണം കടച്ചക്ക നമുക്ക് വറുത്ത് എടുക്കാം. ഓക്കെ, നമുക്കൊരു പാത്രം വെച്ച് എണ്ണ വയ്ക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടച്ചക്ക സ്ലൈസ് ചെയ്ത് നമുക്ക് കൂട്ടിച്ചേക്കണം. ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. നമുക്ക് ഒരെണ്ണ എടുത്തിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കടച്ചക്ക ബജ്ജി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അത് പാകമായിട്ടുണ്ടെന്ന് തോന്നണം. നമുക്കൊന്ന് കോരി നോക്കാം. ഓക്കെ, നമ്മളത് പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മുടെ അടുത്ത സെക്ഷൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടച്ചക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിരിക്കും. റയർ ബജ്ജിയാണത്. എങ്ങനെയാലും നമുക്ക് കടച്ചക്ക കിട്ടിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയാൽ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് നിങ്ങളെ പിള്ളേർക്കൊക്കെ കൊടുക്കുക. നല്ല ടേസ്റ്റായി, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി ഇതിന്. നല്ല കുറച്ചല്ലേ മതി. അപ്പോൾ നമുക്ക് നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ. അടുത്ത എപ്പിസോഡുമായി നിങ്ങൾ അടുത്ത് തന്നെ വരും. ബൈ.